കൊട്ടാരക്കര മുൻ MLA ഐഷ പോറ്റിക്കെതിരെ ഗുരുതര ആരോപണവുമായി BJP രംഗത്ത് വന്നിരിക്കുകയാണ്. ചില BJP നേതാക്കളുമായി ഈ കോൺഗ്രസിൽ ചേരുന്നതിന് മുൻപ് ഐഷ പോറ്റി ചർച്ച നടത്തിയിരുന്നുവെന്നാണ് ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി വൈക്കൽ സോമന്റെ ഏറ്റവും പുതിയ ആരോപണം. ഈശ്വര വിശ്വാസിയായിരുന്ന ഐഷ പോറ്റിയെ പിന്നീട് നിരീശ്വരവാദിയാക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. BJPയുമായി ചർച്ച നടത്തിയതിന്റെ തെളിവുകൾ ഇലക്ഷൻ എടുക്കുമ്പോൾ പുറത്തുവിടുമെന്നും വൈക്കൽ സോമൻ പറഞ്ഞു. വൈക്കൽ സോമന്റെ വാക്കുകളിലേക്ക് ആദ്യം. അല്ല, ഇതൊരു ഒഴുക്കാണ്. BJPയിലേക്ക് ഐഷ പോറ്റി, ഞങ്ങൾ വരും കാലങ്ങളിൽ ഐഷ പോറ്റി BJPയുടെ നേതാവുമായിട്ട് തിരുവനന്തപുരത്ത് ചർച്ച നടത്തിയ ഫോട്ടോസ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. അത് നമുക്ക് വരുമ്പോൾ ഞങ്ങൾ കാണാം. ഇലക്ഷൻ സമയമാവട്ടെ. ഈശ്വര വിശ്വാസിയായിരുന്നിട്ടുള്ള ഐഷ പോറ്റി, ഈശ്വര വിശ്വാസത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഐഷ പോറ്റി പിന്നീട് നിരീശ്വരവാദിയാക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പോറ്റി എന്ന പേരിട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണ് ഐഷ വക്കീൽ പറഞ്ഞത്. ഇവിടെ എൻ്റെ അച്ഛൻ ഐഷ എന്നായിട്ട് എനിക്ക് പോറ്റി എന്നുള്ള പേര് തന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പേരിടിയിൽ കർമ്മം വരെ നിർവഹിക്കുന്ന വർഗീയമായി ജാതീയമായിട്ടുള്ള ചേരുതിരിവിന് വേണ്ടി അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. ഐഷ പോറ്റി ചർച്ച നടത്തി ഷാൾ സ്വീകരിച്ചിട്ടുള്ള ഫോട്ടോ വരുന്ന 2 ഇലക്ഷൻ ടൈമിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാം. BJP ആയിട്ട് ചർച്ച നടത്തിയോ ഇല്ലയോ എന്നൊക്കെ ആയമ്മ പറയേണ്ടി വരും. അതിനുള്ള പ്രൂഫ് ഞങ്ങളുടെ വിഷയമുണ്ട്, ഞങ്ങൾ പറയാം. അത് അലസിയ കാര്യങ്ങളൊക്കെ ഇനി ചത്ത കുഞ്ഞിന്റെ ജാതകം വായിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഫോട്ടോ ഇറക്കാം, ഇത് എവിടെയാണ് ചർച്ച നടത്തിയെന്ന്. എന്തുവല്ല നിങ്ങൾക്കൊരു വിരുന്ന് നമ്മൾ ഒരുക്കുന്നുണ്ട്. വൈക്കൽ സോമനാണ് ഈ ആരോപണം ഉന്നയിച്ചത്. വിനേഷ് കൊട്ടാരക്കര ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനേഷ്, ഐഷ പോറ്റി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു ആരോപണവുമായി BJP വരുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? തെളിവുകൾ ഉടൻ പുറത്തുവിടുമെന്നൊക്കെയാണല്ലോ അദ്ദേഹം പറയുന്നത്. രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കൊട്ടാരക്കര മണ്ഡലത്തിൽ മത്സരം കടുക്കുന്ന ഒരു സാഹചര്യം തന്നെ എത്തി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഏകദേശം മത്സരിക്കുന്ന 3 മുന്നണികളിലെയും സ്ഥാനാർത്ഥികളെയൊക്കെ ഏകദേശം ഒരു നമുക്ക് അറിയാം അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലടക്കം പ്രചരണങ്ങൾ വരുന്നുണ്ട്. തന്നെയല്ല, ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്നപ്പോൾ ഐഷ പോറ്റി തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതെന്ന് അടക്കം പ്രചരണം പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാലഗോപാലിന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. ബാലഗോപാൽ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും BJPയിൽ ചേർന്ന R രശ്മി NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. ഏകദേശം 3 സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നതടക്കം പ്രചരണങ്ങൾ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിലാണ് ഈ BJP ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി വൈക്കൽ സോമന്റെ ഒരു പരാമർശം ഐഷ പോറ്റിക്കെതിരെ ഒരു വിമർശനം ഉയർന്നു വരുന്നത്. ഈശ്വരവിശ്വാസിയായിരുന്ന ഐഷ പോറ്റിയെ പിന്നീട് നിരീശ്വരവാദിയാക്കി പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നതടക്കം വലിയൊരു വിമർശനമാണ്, ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പോറ്റി എന്ന് പേരിട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് ഐഷ പോറ്റി മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇതെല്ലാം ഒരു ജാതീയമായിട്ടുള്ള വേർതിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയതെന്നതൊക്കെ അടക്കം പറയുന്നത്. അതിൽ ഗൗരവമുള്ള മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. BJPയുടെ ഉന്നത നേതാക്കളുമായിട്ട് ഐഷ പോറ്റി ചർച്ച ചെയ്തിരുന്നു. BJPയിലേക്ക് ചേരുന്നതിനടക്കമുള്ള ചർച്ചകൾ നടന്നിരുന്നു. അപ്പോൾ ഷാൾട്ട് സ്വീകരിക്കുന്ന തരത്തിലുള്ള ഫോട്ടോകൾ എല്ലാം തന്നെ തങ്ങളുടെ പക്ക ഉണ്ട്. വരും നാളുകളിൽ അത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കും, വെളിപ്പെടുത്തുന്ന അടക്കമുള്ള അത്തരത്തിലുള്ള വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇത്തരം നാൾ എന്തുകൊണ്ട് ഇത് വെളിപ്പെടുത്തിയില്ല എന്ന് മാധ്യമങ്ങളോട് ചോദിച്ചപ്പോൾ അതിന് കൃത്യമായി മറുപടി പറഞ്ഞില്ല. പക്ഷേ ഐഷ പോറ്റി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് ചേർന്നപ്പോൾ തന്നെ അന്ന് പറഞ്ഞിരുന്നു, നിരവധി ആൾക്കാർ തന്നെ സമീപിച്ചിരുന്നു, തന്റെ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് എത്തണമെന്നടക്കം പറഞ്ഞിരുന്നതായിട്ടെല്ലാം അന്ന് വെളിപ്പെടുത്തിയിരുന്നു ഐഷ പോറ്റി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം അല്പസമയം അത് തന്നെ നമുക്ക് ലഭ്യമാകും. രഞ്ജിത്ത്, എന്തായാലും ഈ BJP ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ ഇത്തരം പരാമർശങ്ങൾ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ഐഷ പോറ്റി ഇപ്പോൾ ഈ വാർത്ത നിഷേധിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അത്തരമൊരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല എന്നും തെളിവുകൾ വേണമെങ്കിൽ പുറത്തുവിടട്ടെ എന്നുമുള്ള വെല്ലുവിളി അടക്കം ഐഷ പോറ്റി നടത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. കൊട്ടാരക്കരയിലെ രാഷ്ട്രീയ പോരിന് പുതിയ മാനങ്ങൾ കൈവരുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഇപ്പോഴുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.